അല്ലാമ ഇക്ബാലിൻ്റെ പ്രശസ്തമായൊരു പ്രാർത്ഥന കവിതയുണ്ട്, ബച്ചയ്ക്ക് ദ്വാ. കുട്ടികളുടെ പ്രാർത്ഥന എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നൊരു വരിയുണ്ട്, ലഭ്യ ആത്തി ഹേ ദ്വാ ബൻകെ ചമന്ന മേരി. അല്ലേ മക്കളെ, ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ അല്ലാമ ഇക്ബാൽ പറയുന്നത് എന്താണോ? അതിന്റെ തുടക്കം എങ്ങനെയാണ്? ലഭ്യ ആത്തി ഹേ ദ്വാ ബൻകെ ചമന്ന മേരി. എൻ്റെ ആഗ്രഹം പ്രാർത്ഥനയായിട്ട് എൻ്റെ ചുണ്ടുകളിലൂടെ പുറത്തേക്ക് വരുന്നു. എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ സ്വപ്നമാണ് പ്രാർത്ഥനയായിട്ട് വരുന്നത്. എന്താ എൻ്റെ ആഗ്രഹം? ജിന്ദഗി ശംഅകി സൂറത്തു ഖുദായ മേരി. പടച്ചോനെ, എൻ്റെ ജീവിതം ഒരു മെഴുകുതിരി പോലെ ആക്കി തീർക്കണേ. എന്താ മെഴുകുതിരിയുടെ പ്രത്യേകത? മെഴുകുതിരി എല്ലാവർക്കും വെളിച്ചം പകരാണ്. പക്ഷെ ആ വെളിച്ചം പകരുമ്പോൾ അത് സ്വയം ഉരുകിത്തീരാണ്, അല്ലേ? അങ്ങനെ ഈ സമൂഹത്തിന് വെളിച്ചം പകർന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. വീണ്ടും അല്ലാമ ഇക്ബാൽ പറയുന്നു, ഖമരാഗാം ഗരീബോं की हिमायत करना, ദർദ് മൻസോं से ज़ाइफों से मोहब्बत करना. പടച്ചോനെ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൗത്യം എന്താക്കണം? ഈ സമൂഹത്തിലെ പാവങ്ങളെ സഹായിക്കുക, വേദന അനുഭവിക്കുന്ന ദുർബലരായ ആളുകൾക്ക് അവരെ സ്നേഹിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, ഇതാക്കി മാറ്റണമെന്ന് അല്ലാമ ഇക്ബാലിൻ്റെ ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദ്വായിൽ പഠിപ്പിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും അതിനു വേണ്ടി പ്രാർത്ഥിക്കുക.